നമസ്കാരം. ദക്ഷിണേന്ത്യയിലെ മൂന്നും കൂടിയ കവലയാണ് വയനാട്. മുത്തങ്ങയ്ക്കടുത്ത് വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിൽ കേരളം, കർണാടകം, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ ഒത്തുചേരുന്നിടത്ത ട്രൈ ജംഗ്ഷൻ എന്ന പേരിൽ ഒരു സ്ഥലം തന്നെയുണ്ട്. രണ്ട് സംസ്ഥാനങ്ങളിലുമായി അതിർത്തി പങ്കിടുന്ന 3 ജില്ലകളിൽ പരന്നുകിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് വയനാട്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ തരംഗം തീർക്കാൻ പറ്റിയ മണ്ഡലവും വയനാട് തന്നെ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നത്. വയനാട് UDFന്റെ ഉറച്ച കോട്ടയാണ്. ഈ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനുള്ള സ്വാധീനവും ഏറെയാണ്. ഈ സാഹചര്യത്തിലാണ് ദക്ഷിണേന്ത്യയിലെ ഉറച്ച കോൺഗ്രസ് കോട്ടയായി വയനാടിനെ വിലയിരുത്താൻ കാരണം. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലും UDF പ്രചാരണത്തിന് ഊർജ്ജമേകും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങളായ കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി എന്നീ സ്ഥലങ്ങളാണ് വയനാട്ടിലുള്ളത്. ബാക്കി 4 അതായത് തിരുവമ്പാടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നിവ മലപ്പുറത്തും. കോഴിക്കോട്, വടകര, കണ്ണൂർ, മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുമായും വയനാട് അതിർത്തി പങ്കിടുന്നുണ്ട്. വയനാട്ടിൽ രാഹുൽ എത്തുമ്പോൾ കോഴിക്കോടും വടകരയിലും കണ്ണൂരും മലപ്പുറത്തും അലയൊലികൾ ഉയരും. ഇതെല്ലാം UDFന് വോട്ടായി മാറും. UP പ്രതീക്ഷകൾ അതിർത്തി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും BJP വിരുദ്ധ മുന്നണിക്ക് കരുത്ത് പകരുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. തമിഴ്നാട്ടിലെ നീലഗിരി, കർണാടകയിലെ ചാമരാജനഗർ, മൈസൂരു, കുടക് എന്നിവയാണ് അയൽ സംസ്ഥാനങ്ങളിൽ വയനാടുമായി അതിർത്തി പങ്കിടുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ. ചാമരാജനഗർ കോൺഗ്രസിന്റെയും മൈസൂരു BJPയുടെയും നീലഗിരി DMKയുടെയും സിറ്റിംഗ് സീറ്റുകളാണ്. ഇതെല്ലാം ഇനി UPയുടേതായി മാറുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. 15 തെരഞ്ഞെടുപ്പുകളിൽ 7 തവണ കോൺഗ്രസ് ഉൾപ്പെട്ട മുന്നണി ജയിച്ച മണ്ഡലമാണ് നീലഗിരി. വയനാട്ടിൽ രാഹുലിനെ നേരിടുന്ന CPI നീലഗിരിയിൽ രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാൻ വോട്ട് പിടിക്കുന്നുണ്ട്. കോൺഗ്രസും CPIയും ഉൾപ്പെടുന്ന DMK സഖ്യത്തിൽ മുൻ കേന്ദ്രമന്ത്രി A. രാജയാണ് ഇവിടെ സ്ഥാനാർത്ഥി. 2009 A. രാജ മികച്ച ഭൂരിപക്ഷത്തിന് ജയിക്കുകയും സഖ്യമില്ലാതെ മത്സരിച്ച കഴിഞ്ഞ തവണ വൻ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്ത മണ്ഡലമാണിത്. മുൻ പൊള്ളാച്ചി MP M. ത്യാഗരാജനാണ് DMK സ്ഥാനാർത്ഥി. ചാമരാജനഗറിൽ 1951 മുതൽ 1991 വരെ തുടർച്ചയായി കോൺഗ്രസ് വിജയമായിരുന്നു. 96 നഷ്ടപ്പെട്ട മണ്ഡലം 2009 തിരിച്ചു പിടിച്ചു. 2014 നിലനിർത്തി. സിറ്റിംഗ് MP ധ്രുവ നാരായണാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. BJPക്ക് വേണ്ടി മത്സരിക്കുന്ന V. ശ്രീനിവാസ് പ്രസാദ് 2017 കോൺഗ്രസ് വിട്ടയാളാണ്. മൈസൂരു, കുടക് BJP സിറ്റിംഗ് MP പ്രതാപ് സിംഹയാണ് ഇക്കുറി മത്സരിക്കുന്നത്. കോൺഗ്രസിനായി CH വിജയശങ്കറും കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യയുടെ അഭിമാന തട്ടകവുമാണ്. പ്രതാപ് സിംഹ കഴിഞ്ഞ തവണ 31,608 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും നിലവിലെ ജനതാദൾ S സംസ്ഥാന പ്രസിഡന്റുമായ AH വിശ്വനാഥിനെ പരാജയപ്പെടുത്തിയത്. അമേഠിക്ക് പുറമെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നതിൽ ആദ്യം രാഹുൽ ഗാന്ധിക്കുണ്ടായ വൈമനസ്യമാണ് തീരുമാനം വൈകിപ്പിച്ചത്. രാഹുൽ വയനാട്ടിലെത്തുന്നത് കേരളത്തിലെ LDF സാധ്യതകളെ ബാധിക്കുമെന്നറിഞ്ഞ ഇടതുപക്ഷം ദേശീയ നേതാക്കൾ വഴി രാഹുലിൽ ചെലുത്തിയ സമ്മർദ്ദവും ഇതിന് കാരണമായി. എന്നാൽ കാര്യങ്ങൾ രാഹുലിനെ ബോധ്യപ്പെടുത്തിയത് AK ആന്റണിയാണ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും സുരക്ഷിതവും രാഹുലിന് പ്രചാരണ രംഗത്ത് കൂടുതൽ സമ്മർദ്ദം നൽകാത്തതും വലിയ വെല്ലുവിളി ഉയർത്താത്തതുമായ മണ്ഡലം വയനാട് തന്നെയെന്ന് ആന്റണി കണക്കുകൾ സഹിതം വ്യക്തമാക്കി. ഇതോടെ രാഹുൽ വയനാട്ടിലേക്ക് വരാൻ സമ്മതിച്ചു. കർഷകർക്കും ആദിവാസികൾക്കും പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും മണ്ഡലത്തിലുള്ള സ്വാധീനവും പാവപ്പെട്ടവരുടെ നേതാവ് എന്ന പ്രതിച്ഛായയും കൂടുതൽ കോൺഗ്രസിന്റെ സാധ്യത കൂടുതൽ ഉറപ്പിക്കുന്നതിനുള്ള നീക്കമായി. രാഹുൽ പ്രഭാവത്തിൽ കേരളം, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ മികച്ച പ്രകടനം നടത്താമെന്ന ആത്മവിശ്വാസവും ഇതിന് കാരണമാണ്. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.